ഹലോ ഓൾ, വെൽക്കം ടു ദിസ് അക്കാഡമി. വരാൻ പോകുന്ന SSC ആൻഡ് റെയിൽവേ എക്സാംസിന് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സീരീസാണ് ടോപ്പ് 200. ഈ ഒരു സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രീവിയസ്ലി 9 സെഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇത് നമ്മുടെ 10ാമത്തെ സെഷൻസ് ആണ്. അപ്പോൾ പ്രീവിയസ് സെഷൻസിലെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഇന്നത്തെ സെഷനിൽ നമ്മൾ കഴിഞ്ഞ സെഷൻസിലെ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. പക്ഷെ അതിനു മുന്നേ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഓണത്തിന്റെ ഭാഗമായിട്ട് ദിശ അക്കാഡമിയുടെ എല്ലാ ഓൺലൈൻ കോഴ്സസിനും ഒരു ഫ്ലാറ്റ് 20% ഓഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓഫർ എന്ന് പറയുന്ന എല്ലാ ഓൺലൈൻ കോഴ്സിനും, അതിപ്പോൾ SSC റെഗുലർ ആയിക്കോട്ടെ, RRB റെഗുലർ ആയിക്കോട്ടെ, LP കോഴ്സ് ആയിക്കോട്ടെ, GD ആയിക്കോട്ടെ, ബാങ്കിങ് കോഴ്സ് ആയിക്കോട്ടെ, എല്ലാ ഓൺലൈൻ കോഴ്സസിനും ഒരു ഫ്ലാറ്റ് 20% ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓഫർ എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് ടൈം ഓഫറാണ്. ഓണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 24 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ദിശ അക്കാഡമിയുടെ ഏത് ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്താലും ഈ ഒരു 20% ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ബിക്കോസ് നിങ്ങൾ ഒരു 20% ഓഫറാണ് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിലോ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676. 8075753676 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സസിനകത്ത് ജോയിൻ ചെയ്യാനും ഈ ഓഫറിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസും അറിയാനായിട്ട് സാധിക്കും. ആൻഡ് നിങ്ങളുടെ കൂപ്പൺ കോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓണം20. സോ ഓണം20 എന്നുള്ളതാണ് നിങ്ങളുടെ കൂപ്പൺ കോഡ്. ദിശ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് 20% ഓഫർ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: which ancient Buddhist site in India was inscribed on the World Heritage List in 2026? ഏത് ഏൻഷ്യന്റ് ബുദ്ധിസ്റ്റ് സൈറ്റ് ആണ് 2026 വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിനകത്ത് ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മഹാബോധി ടെമ്പിൾ കോംപ്ലക്സ് ബോധ്ഗയ, ഓപ്ഷൻ ബി സാഞ്ചി, ഓപ്ഷൻ സി സാർനാഥ് ആൻഡ് ഓപ്ഷൻ ഡി നളന്ദ മഹാവിഹാര. ഇതിൽ ഏത് ഏൻഷ്യന്റ് ബുദ്ധിസ്റ്റ് സൈറ്റ്, ഇന്ത്യയിലുള്ള ഏത് ഏൻഷ്യന്റ് ബുദ്ധിസ്റ്റ് സൈറ്റ് ആണ് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത് ഇൻ 2026 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി സാർനാഥ്. അപ്പോൾ സാർനാഥ് ആണ് റീസെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ട ഒരു ബുദ്ധിസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത്. ഇനി സാർനാഥിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാർനാഥിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർനാഥിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബുദ്ധ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സെർമൺ എന്ത് ചെയ്യുന്നത്, ഡെലിവർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് സെർമൺ വാസ് ഡെലിവേർഡ് ബൈ ബുദ്ധ. സോ ബുദ്ധ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സെർമൺ അല്ലെങ്കിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം തന്റെ ഡിസൈപ്പിൾസിന് വിദ്യ ഉപദേശിച്ചു കൊടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സാർനാഥ്. ആൻഡ് സാർനാഥ് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് സാർനാഥ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സാർനാഥിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബുദ്ധ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സെർമൺ ഡെലിവർ ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് സെർമൺ was delivered by Buddha at Sarnath. ഇനി ഈ ഒരു ഫസ്റ്റ് സെർമൺ ഡെലിവർ ചെയ്യുന്ന ആ ഒരു ഇവന്റിനെ വിളിക്കുന്ന പേര് ധർമ്മചക്ര പ്രവർത്തന എന്നാണ്. ആൻഡ് ഈ ഒരു ഇവന്റിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ധർമ്മചക്ര പ്രവർത്തന എന്നാണ്. സോ ദിസ് ഇവന്റ് ഈസ് നോൺ ആസ് ധർമ്മചക്ര പ്രവർത്തന. ഇപ്പോ സാർനാഥിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബുദ്ധ ഫോർ ദ ഫസ്റ്റ് ടൈം അദ്ദേഹത്തിന്റെ സെർമൺ ഡെലിവർ ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് വിദ്യ ഉപദേശിക്കുന്നത് സാർനാഥിൽ വെച്ചിട്ടാണ് ഫോർ ദ ഫസ്റ്റ് ടൈം. സാർനാഥ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ആൻഡ് ഈ ഒരു സെർമൺ ഡെലിവർ ചെയ്യുന്ന ആ ഒരു ഇവന്റിനെ പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്ന പേരാണെന്ത്, ധർമ്മചക്ര പ്രവർത്തന. സോ ധർമ്മചക്ര പ്രവർത്തന എന്നാണ് ഒരു ഫസ്റ്റ് സെർമൺ ഡെലിവർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഇവന്റിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാർനാഥിൽ വെച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സംഘയുടെ ഡെവലപ്മെന്റ്. സോ സംഘ ഡെവലപ്പ് ചെയ്യുന്നതും സാർനാഥിൽ വെച്ചിട്ടാണ് എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. സോ സംഘ ഡെവലപ്പ് ചെയ്യുന്നതും, സോ ഡെവലപ്മെന്റ് ഓഫ് സംഘ നടക്കുന്നതും സാർനാഥിൽ വെച്ചിട്ടാണ് എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി സംഘ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിസ്റ്റ് മൊണാസ്റ്റിക് ട്രഡീഷൻസിനെ വിളിക്കുന്ന പേരാണ് സംഘ എന്ന് പറയുന്നത്. അതായത് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് ഉണ്ടല്ലോ, അപ്പൊ അതിനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സംഘ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ബുദ്ധിസ്റ്റ് മൊണാസ്റ്റിക് ട്രഡീഷൻസ് അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് മൊണാസ്റ്റിക് ഓർഡർ ഡെവലപ്പ് ചെയ്യുന്ന എവിടെ വെച്ചിട്ടാണ്, സാർനാഥിൽ വെച്ചിട്ടാണ്. അതായത് സാർനാഥിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബുദ്ധന് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശിഷ്യന്മാരെ കിട്ടുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരടങ്ങുന്ന ആ ഒരു ഗ്രൂപ്പ്, ആ ഒരു സംഘ ഫോം ചെയ്യുന്ന വെച്ചിട്ടാണ്, സാർനാഥിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സംഘ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ സാർനാഥ് എന്ന് പറയുന്നത് ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ടുള്ള 4 പിൽഗ്രിം സൈറ്റ്സുകളിൽ, സോ ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ടുള്ള 4 പ്രിൻസിപ്പൽ പിൽഗ്രിം സൈറ്റ്സ് ഉണ്ട്. സോ ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട് 4 പ്രിൻസിപ്പൽ പിൽഗ്രിമേജ് സൈറ്റ്സ് ഉണ്ട്. ഈ 4 പ്രിൻസിപ്പൽ പിൽഗ്രിമേജ് സൈറ്റ്സിലെ ഒരു സൈറ്റ് ആണെന്ത്, സാർനാഥ് എന്ന് പറയുന്നത്. അപ്പോൾ ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട് 4
പ്രിൻസിപ്പൽ പിൽഗ്രിമേജ് സൈറ്റ്സ് ഉണ്ട്. സോ 4 പ്രിൻസിപ്പൽ പിൽഗ്രിമേജ് സൈറ്റ്സ് ഉണ്ട്. ദർ ആർ 4 പ്രിൻസിപ്പൽ പിൽഗ്രിമേജ് സൈറ്റ്സ്. സോ ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട് 4 പ്രിൻസിപ്പൽ പിൽഗ്രിമേജ് സൈറ്റ്സ് ഉണ്ട്. ഈ 4 പ്രിൻസിപ്പൽ പിൽഗ്രിമേജ് സൈറ്റ്സിലെ ഒരു സൈറ്റ് ആണെന്ത് സാർനാഥ് എന്ന് പറയുന്നത്. അപ്പോൾ ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട 4 പ്രിൻസിപ്പൽ പിൽഗ്രിമേജ് സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ലുംബിനി. സോ ലുംബിനിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലുംബിനിയിലാണ് എന്ത് ചെയ്യുന്നത്, ഗൗതം ബുദ്ധയുടെ ജനനം സംഭവിക്കുന്നത്. ആൻഡ് രണ്ടാമത്തെ സൈറ്റ് എന്ന് പറയുന്നത് ബോധ്ഗയാണ്. സോ രണ്ടാമത്തെ പ്രിൻസിപ്പൽ പിൽഗ്രിമേജ് സൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബോധ്ഗയ. സോ ബോധ്ഗയാണ് രണ്ടാമത്തെ പ്രിൻസിപ്പൽ പിൽഗ്രിമേജ് സൈറ്റ് എന്ന് പറയുന്നത്. ബോധ്ഗയയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബുദ്ധന് എൻലൈറ്റ്മെന്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ സാർനാഥ് ആണ് മൂന്നാമത്തെ പ്രിൻസിപ്പൽ പിൽഗ്രിമേജ് സൈറ്റ്. സാർനാഥിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സെർമൺ ഡെലിവറി ചെയ്യുന്നത്, ദാറ്റ് ഈസ് ധർമ്മചക്ര പ്രവർത്തനം നടത്തുന്നത്. ആൻഡ് അതിനുശേഷം ലാസ്റ്റ് വൺ ആണ് കുഷിനഗർ. കുഷിനഗറിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബുദ്ധയുടെ മരണം സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ് ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ടുള്ള 4 പ്രിൻസിപ്പൽ പിൽഗ്രിമേജ് സൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതില് ലുംബിനി എന്ന് പറയുന്നത് നേപ്പാളിലാണത്. അപ്പൊ ലുംബിനി, അതുപോലെ തന്നെ ബോധ്ഗയ. സോ ബോധ്ഗയ എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്, അതുപോലെ തന്നെ സാർനാഥ് ഇന്ത്യയിലാണ്, ആൻഡ് കുഷിനഗറും ഇന്ത്യയിലാണ്. ലുംബിനി ഈസ് ഇൻ നേപ്പാൾ, ബോധ്ഗയ, സാർനാഥ്, കുഷിനഗർ ഇത് മൂന്നും എന്താണ്, ഇന്ത്യയിലാണ്. അപ്പോൾ ഇതില് ലുംബിനി, ബോധ്ഗയ, സാർനാഥ് ഇത് ഓൾറെഡി എന്താണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഈ 4 പിൽഗ്രിം സൈറ്റ്സുകളിൽ നിന്ന് ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ടുള്ള 4 പ്രിൻസിപ്പൽ പിൽഗ്രിമേജ് സൈറ്റ്സിൽ ലുംബിനി, ബോധ്ഗയ, സാർനാഥ് ഇത് ഓൾറെഡി എവിടെയുണ്ട്, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിനകത്ത് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. കുഷിനഗർ മാത്രമാണ് ഇതുവരെ എന്ത് ചെയ്യാത്തത്, ഈ ഒരു യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെടാത്ത ഏക പിൽഗ്രിമേജ് സൈറ്റ്സ്, പ്രിൻസിപ്പൽ പിൽഗ്രിമേജ് സൈറ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. സാർനാഥ് കൂടി ആഡ് ചെയ്തതോടുകൂടി ഇന്ത്യയിൽ നിലവിൽ 45 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആണ് ടോട്ടലി ഉള്ളത്. അപ്പൊ സാർനാഥ് ആഡ് ചെയ്തതോടുകൂടി ഇന്ത്യയിലുള്ള യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിന്റെ എണ്ണം എന്തായിട്ട് മാറി, 45 ആയിട്ട് മാറി. സോ ഇന്ത്യയിൽ ടോട്ടൽ നിലവിൽ 45 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആണ് നിലവിലുള്ളത്, ഇൻക്ലൂഡിംഗ് സാർനാഥ്. ഇപ്പൊ സാർനാഥിന്റെ അഡീഷനോട് കൂടി ഇന്ത്യയിലുള്ള ടോട്ടൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്ന 45 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ 6th റാങ്ക് ആണ്, അതായത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുടെ റാങ്കിങ്ങിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഉള്ള കൺട്രീസിന്റെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 6th ആണ് ഗ്ലോബലി. സോ ഗ്ലോബലി ഇന്ത്യ എന്ന് പറയുന്നത് 6th പൊസിഷനിലാണത്. ഏറ്റവും കൂടുതൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഉള്ള കൺട്രീസിൽ ഗ്ലോബലി ഇന്ത്യയുടെ പ്ലേസ് എന്ന് പറയുന്നത് 6th റാങ്ക് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡോ പെസഫിക് റീജിയനകത്ത്, സോ ഇൻഡോ പെസഫിക് റീജിയൻ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2nd. സോ ഇൻഡോ പെസഫിക് അല്ലെങ്കിൽ ഏഷ്യ പെസഫിക് റീജിയൻ എടുത്തു കഴിഞ്ഞാൽ, സോ ഏഷ്യ പെസഫിക് റീജിയൻ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 2nd പൊസിഷൻ ആണ്. ഇപ്പൊ ഏഷ്യ പെസഫിക് റീജിയനകത്തുള്ള കൺട്രീസിൽ, ഏഷ്യ പെസഫിക് റീജിയനിലുള്ള കൺട്രീസിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 2nd റാങ്ക് ആണ്. സോ ഏഷ്യ പെസഫിക് റീജിയനിൽ ഉള്ള കൺട്രീസിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 2nd റാങ്ക് ആണ് ഇൻ ടേംസ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്. ആൻഡ് ഗ്ലോബലി ഉള്ള കൺട്രീസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 6th റാങ്ക് ആണ് ടോട്ടലി വരുന്നത് ഇൻ ടേംസ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്. Okay, next question. The 12th National Handloom Day. The 12th National Handloom Day was observed on 7th August 2026. National Handloom Day commemorates which historic event of 7th August 1905? അപ്പോൾ എല്ലാ വർഷവും 7th August ആണ് എന്ത് ചെയ്യുന്നത്, നാഷണൽ ഹാൻഡ്ലൂംസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് 7th August 1905 നടന്നിട്ടുള്ള ഒരു ഇവന്റ് കമ്മമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഏതാണ് ആ ഇവന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ജാലിയൻ വാലാബാഗ് പ്രൊട്ടസ്റ്റ്, Option B, formal proclamation of Swadeshi movement at Calcutta Town Hall. Option C, launch of the non-cooperation movement. And option D, formation of the All India Spinners Association. So correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, the formal proclamation of Swadeshi movement at Calcutta Town Hall. അതായത് 1905 ബംഗാൾ പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട്, സോ 1905 പാർട്ടീഷൻ ഓഫ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലുള്ള നാഷണലിസ്റ്റുകളെല്ലാം കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്വദേശി മൂവ്മെന്റ് ലോഞ്ച് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പാർട്ടീഷൻ ഓഫ് ബംഗാളിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വദേശി മൂവ്മെന്റ് ലോഞ്ച് ചെയ്യണം എന്നുള്ള ഫോർമൽ പ്രൊക്ലമേഷൻ നടക്കുന്നത് ഇറ്റ് വാസ് ഓൺ 7th August 1905. അപ്പോൾ
1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ലോർഡ് കേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്, ബംഗാളിനെ പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. ഈ പാർട്ടീഷനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ബംഗാളിലുള്ള നാഷണലിസ്റ്റുകളെല്ലാം കൂടെ ചേർന്ന് കൽക്കട്ട ടൗൺ ഹാളിൽ വെച്ചിട്ട് ഓൺ 7th August 1905 ഈ പാർട്ടീഷനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സ്വദേശി മൂവ്മെന്റ് ലോഞ്ച് ചെയ്യണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നു, ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുന്നു. ആ ദിവസമാണ് 7th August 1905. അത് കമ്മമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 7th August എന്ത് ചെയ്യുന്നത്, നമ്മൾ നാഷണൽ ഹാൻഡ്ലൂംസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓൺ എവറി 7th August. അപ്പൊ ഇത്തവണ നടന്നത് ഇന്ത്യയിലെ 12ാമത്തെ നാഷണൽ ഹാൻഡ്ലൂംസ് ഡേ ആണ്. Next question, the Mecca Joint Defense Agreement was signed in August 2026 between which of the following countries? ഏതൊക്കെ കൺട്രീസിന്റെ ഇടയിലാണ് മെക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ് സൈൻ ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സൗദി അറേബ്യ, പാകിസ്ഥാൻ ആൻഡ് ടർക്കി. ഓപ്ഷൻ ബി സൗദി അറേബ്യ, ഇറാൻ ആൻഡ് പാകിസ്ഥാൻ. ഓപ്ഷൻ സി ടർക്കി, ഖത്തർ ആൻഡ് പാകിസ്ഥാൻ. ആൻഡ് ഓപ്ഷൻ ഡി സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് ടർക്കി. അപ്പോൾ ഇതിൽ ഏതൊക്കെ കൺട്രീസിന്റെ ഇടയിലാണ് ഈ ഒരു മെക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ് സൈൻ ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ എ സൗദി അറേബ്യ, പാകിസ്ഥാൻ ആൻഡ് ടർക്കി. അപ്പോൾ സൗദി അറേബ്യയുടെയും പാകിസ്ഥാന്റെയും ടർക്കിയുടെയും ഇടയിൽ സൈൻ ചെയ്യപ്പെട്ട ഒരു ഡിഫൻസ് എഗ്രിമെന്റ് ആണിത് മെക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇനി ഇത് എവിടെ വെച്ചിട്ടാണ് സൈൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് സൈൻഡ് ഇൻ അൽ സഫ പാലസ് ഓഫ് മെക്ക. സോ മെക്കയിലുള്ള അൽ സഫ പാലസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തത്. സോ ഇറ്റ് വാസ് സൈൻഡ് ഇൻ ദി അൽ സഫ പാലസ് ഓഫ് മെക്ക. അപ്പോൾ സൗദി അറേബ്യയിലെ മെക്കയിലുള്ള അൽ സഫ പാലസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. ഇനി എന്താണ് ഈ എഗ്രിമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഈ എഗ്രിമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 കൺട്രീസ് സൗദി അറേബ്യ, പാകിസ്ഥാൻ, ടർക്കി, ഈ 3 കൺട്രീസിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ഒരു ആംഡ് അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇവർക്ക് 3 പേർക്കും എതിരെയുള്ള അറ്റാക്ക് ആയിട്ട് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ആൻഡ് ഇവർ 3 പേരും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ആണത് മെക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. സോ ആൻ ആംഡ് അറ്റാക്ക് അഗെയിൻസ്റ്റ് എനി വൺ ഓഫ് ദീസ് 3 countries will be considered as an attack against all of them. അതായത് ഏതെങ്കിലും ഒരു രാജ്യത്തിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് 3 രാജ്യങ്ങളെയും ആക്രമിക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് പറയുന്ന എഗ്രിമെന്റ് ആണ് മെക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ്. ആൻഡ് ഈ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്ന നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ ആർട്ടിക്കിൾ 5 ആയിട്ട് എന്തുണ്ട്, റിസപ്ലൻസ് ഉണ്ട്. അതായത് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ ആർട്ടിക്കിൾ 5 പറയുന്ന പ്രകാരം നാറ്റോയിലുള്ള ഏതെങ്കിലും ഒരു കൺട്രി ആക്രമിച്ചു കഴിഞ്ഞാൽ അത് നാറ്റോയെ ആക്രമിച്ചതിന് തുല്യമായിട്ടാണ് ചെയ്യുന്നത് കണക്കാക്കുന്നത് അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 5. അതിനെ റിസംബിൾ ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണിത് ഒരു മെക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു എഗ്രിമെന്റിനെ ട്രിപ്പിൾ അലയൻസ് എന്ന് വിളിക്കാറുണ്ട്. സോ എഗ്രിമെന്റിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് ട്രിപ്പിൾ അലയൻസ് എന്നാണ്. സോ ദിസ് എഗ്രിമെന്റ് ഈസ് ഓൾസോ നോൺ ആസ് ട്രിപ്പിൾ അലയൻസ്. ഈ ഒരു എഗ്രിമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രിപ്പിൾ അലയൻസ് എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എഗ്രിമെന്റിനെ മറ്റൊരു പേര് കൂടി വിളിക്കുന്നുണ്ട്, സുന്നി സെക്യൂരിറ്റി ട്രയാങ്കിൾ. സോ ദിസ് എഗ്രിമെന്റ് ഈസ് ഓൾസോ നോൺ ആസ് സുന്നി സെക്യൂരിറ്റി ട്രയാങ്കിൾ. അപ്പോൾ ഈ ഒരു എഗ്രിമെന്റിനെ ട്രിപ്പിൾ അലയൻസ് എന്നും വിളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സുന്നി സെക്യൂരിറ്റി ട്രയാങ്കിൾ എന്നും വിളിക്കുന്നുണ്ട്. ബിക്കോസ് ഇൻ സൗദി അറേബ്യ, പാകിസ്ഥാൻ, ടർക്കി ഈ 3 കൺട്രീസ് എടുത്താലും അവിടുത്തെ മെജോറിറ്റി പോപ്പുലേഷൻ എന്ന് പറയുന്നത് സുന്നി മുസ്ലിംസ് ആണ്. അതുകൊണ്ട് തന്നെ സുന്നി സെക്യൂരിറ്റി ട്രയാങ്കിൾ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ട്രീറ്റിയെ അല്ലെങ്കിൽ ഈ ഒരു എഗ്രിമെന്റിനെ വിളിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the 15th edition of which India-Thailand military exercise focus on counter-terrorism operations in jungle and semi-urban areas. സോ ജംഗിളിലും സെമി urban ഏരിയാസിലുള്ള കൗണ്ടർ ടെററിസം ഓപ്പറേഷൻസ് ഫോക്കസ് ചെയ്യുന്ന ഇന്ത്യ തായ്ലൻഡ് മിലിറ്ററി എക്സസൈസിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മൈത്രി, ഓപ്ഷൻ ബി യുദ്ധ് അഭ്യാസ്, ഓപ്ഷൻ സി ധർമ്മ ഗാർഡിയൻ ആൻഡ് ഓപ്ഷൻ ഡി സൂര്യകിരൺ. അപ്പൊ ഇതിൽ ഏതാണ് ഇന്ത്യയും തായ്ലൻഡും തമ്മിൽ നടത്തുന്ന മിലിറ്ററി എക്സസൈസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ എ മൈത്രി. അപ്പൊ ഓപ്ഷൻ എ മൈത്രി എന്ന് പറയുന്നത് ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ മിലിറ്ററി എക്സസൈസ് ആണ്. ഇറ്റ് ഈസ് എ ബൈലാറ്ററൽ മിലിറ്ററി എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് തായ്ലൻഡ്. സോ ഇന്ത്യയുടെയും അതുപോലെ തായ്ലൻഡിന്റെയും ആർമീസ് തമ്മിൽ നടത്തുന്ന ഒരു ബൈലാറ്ററൽ മിലിറ്ററി എക്സസൈസ് ആണെന്ത് ദിസ് ഓപ്പറേഷൻ മൈത്രി. ഇറ്റ് ഈസ് എ ബൈലാറ്ററൽ മിലിറ്ററി എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് തായ്ലൻഡ്. സോ ഇന്ത്യയും തായ്ലൻഡിന്റെ ഇടയിൽ നടക്കുന്ന ഒരു ബൈലാറ്ററൽ മിലിറ്ററി എക്സസൈസ് ആണ് ഒരു മൈത്രി എന്ന് പറയുന്നത്. ഇത് എല്ലാ വർഷവും ആനുവലി ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു എക്സസൈസ് നടക്കുന്നത്. ആൻഡ് 2026 നടന്നത് ഈ ഒരു മൈത്രിയുടെ 15ാമത്തെ എഡിഷനാണ്, 15th എഡിഷൻ ആണ് എന്ത് ചെയ്യുന്നത് 2026 നടന്നിട്ടുള്ളത്. ആൻഡ് ഇത്തവണത്തെ ഈ ഒരു എക്സസൈസ് നടന്നത് സൂരത് താനിയിൽ വെച്ചിട്ടാണ്. സോ ഇത്തവണത്തെ ഓപ്പറേഷൻ മൈത്രി നടന്നത് സൂരത് താനിയിൽ വെച്ചിട്ടാണ്. അതായത് തായ്ലൻഡിലുള്ള
സൂരത് താനി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത്തവണത്തെ ഓപ്പറേഷൻ മൈത്രി എന്ത് ചെയ്ത് അല്ലെങ്കിൽ എക്സൈസ് മൈത്രി എന്ത് ചെയ്ത് കണ്ടക്ട് ചെയ്ത്. സോ 2026 എക്സൈസ് മൈത്രി കണ്ടക്ട് ചെയ്തത് ഇറ്റ് വാസ് ഇൻ സൂരത് താനി ഇൻ തായ്ലാൻഡ്. തായ്ലാൻഡിലുള്ള സൂരത് താനിയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്തവണത്തെ എക്സൈസ് കണ്ടക്ട് ചെയ്തത്. ഇനി ഈ ഒരു എക്സൈസിന്റെ ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ 2006 എന്ത് ചെയ്യുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം ഈ ഒരു എക്സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 2006 എന്ത് ചെയ്യുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം ഈ ഒരു എക്സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു എക്സൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പേര് എക്സൈസ് മൈത്രി എന്നല്ലായിരുന്നു. ഇറ്റ് വാസ് കോൾഡ് ആസ് തായ് ഇന്ത്യൻ കോപ്പറേഷൻ എക്സൈസ്. സോ 2006 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു എക്സൈസിന്റെ പേര് എക്സൈസ് മൈത്രി എന്നല്ലായിരുന്നു. ഇറ്റ് വാസ് കോൾഡ് ആസ് തായ് ഇന്ത്യൻ കോപ്പറേഷൻ എക്സൈസ്. സോ തായ് ഇന്ത്യൻ കോപ്പറേഷൻ മിലിറ്ററി എക്സൈസ് അങ്ങനെയായിരുന്നു എന്ത് ഈ ഒരു എക്സൈസിന്റെ പേരെന്ന് പറയുന്നത്. ആൻഡ് 2013 എന്ത് ചെയ്യുന്നത് ഈ ഒരു എക്സൈസിന്റെ പേര് മൈത്രി എന്ന് ചേഞ്ച് ചെയ്യുന്നത്. സോ മൈത്രി മീൻസ് ഫ്രണ്ട്ഷിപ്പ്. സോ ഫ്രണ്ട്ഷിപ്പ് എന്നർത്ഥം വരുന്ന മൈത്രി എന്നുള്ള പേരിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുന്നത് 2013 സോ 2006 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദിസ് വാസ് നോൺ ആസ് ഇൻഡോ തായ്ലൻഡ് ബൈലാറ്ററൽ. സോ ഇൻഡോ തായ്ലൻഡ് കോപ്പറേഷൻ ഫീൽഡ് എക്സൈസ് അങ്ങനെയായിരുന്നു ഈ ഒരു എക്സൈസിന്റെ പേരെന്ന് പറയുന്നത്. 2013 എന്ത് ചെയ്യുന്നത് മൈത്രി എന്നുള്ള പേര് അഡോപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2006 സ്റ്റാർട്ട് ചെയ്തു. 2026 ആയപ്പോൾ 15th എഡിഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 മുതൽ 2019 വരെയുള്ള 5 വർഷക്കാലം ഈ എക്സസൈസ് നടന്നിട്ടില്ല. ഈ എക്സസൈസിന് എന്തുണ്ടായിരുന്നു ഒരു പോസ് ഉണ്ടായിരുന്നു. 2019 മുതൽ 2024 വരെ. സോ 2019 മുതൽ 2024 വരെയുള്ള ഒരു 5 വർഷക്കാലം ഇത് എക്സൈസ് എന്ത് ചെയ്തിട്ടില്ല കണ്ടക്ട് ചെയ്തിട്ടില്ല. അവിടെ ഒരു പോസ് ഉണ്ടായിരുന്നു. അതിനുശേഷം 2024 എന്ത് ചെയ്യുന്നത് ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2006 സ്റ്റാർട്ട് ചെയ്ത ആനുവൽ എക്സൈസിന്റെ 15th എഡിഷൻ മാത്രം എന്ത് ചെയ്യുന്നത് ഇപ്പോൾ നടക്കുന്നത്. ബിക്കോസ് there was a 5-year gap between 2019 and 2024. Next question, where was the 8th BRICS working group on oceanic and polar science technology meeting held? അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ബ്രിക്സ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ ഓഷ്യാനിക് ആൻഡ് പോളാർ സയൻസ് ആൻഡ് ടെക്നോളജി മീറ്റിംഗിന്റെ 8th എഡിഷൻ നടന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി തമിഴ്നാടു, ഓപ്ഷൻ സി കേരള ആൻഡ് ഓപ്ഷൻ ഡി ഗോവ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഗോവ. സോ ഗോവയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് 8th ബ്രിക്സ് വർക്കിംഗ് ഗ്രൂപ്പ് ഓഫ് ഓഷ്യാനിക് ആൻഡ് പോളാർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മീറ്റിംഗ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. സോ ഇറ്റ് വാസ് ഹെൽഡ് ഇൻ ഗോവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in the Henley Passport Index 2026, India was ranked at which position in the latest update? അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2026 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 75, ഓപ്ഷൻ ബി 80, ഓപ്ഷൻ സി 81 ആൻഡ് ഓപ്ഷൻ ഡി 85th. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ സി 81st. സോ ഓഗസ്റ്റ് 2026 അതായത് ഓഗസ്റ്റ് 2026 റിപ്പോർട്ട് പ്രകാരം ഓഗസ്റ്റ് 2026 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2026 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നതാണ് 81 ആണ്. അപ്പോൾ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡെക്സ് ആരാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ബൈ ആൻ ഓർഗനൈസേഷൻ കോൾഡ് ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ്. ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 199 പാസ്പോർട്ടുകൾ, അതായത് പല രാജ്യങ്ങളുടെ 199 പാസ്പോർട്ടുകൾ, അതായത് 199 രാജ്യങ്ങളുടെ 199 രാജ്യങ്ങളുടെ പാസ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇൻഡെക്സ് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പാസ്പോർട്ട്സിനും എത്രമാത്രം പവർ ഉണ്ട് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻഡെക്സ് അനലൈസ് ചെയ്യുന്നത്. അതായത് 199 പാസ്പോർട്ടുകളിൽ ഏതൊക്കെ രാജ്യത്തിന്റെ പാസ്പോർട്ട് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡെക്സിനകത്ത് എന്താണ് മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ പാസ്പോർട്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രയർ വിസ ഇല്ലാതെ, മുൻകൂർ വിസ ഇല്ലാതെ എത്ര കൺട്രീസിലേക്ക് ട്രാവൽ ചെയ്യാം, എത്രമാത്രം പവർ ഒരു പാസ്പോർട്ടിനുണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഒരു ഇൻഡെക്സിനകത്ത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് 199 പാസ്പോർട്ടുകളാണ് അനലൈസ് ചെയ്യുന്നത്. 199 പാസ്പോർട്ടുകളുടെ സ്ട്രെങ്ത് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ അനലൈസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സിനകത്ത് ഫസ്റ്റ് റാങ്ക്, ഇത്തവണയും ഫസ്റ്റ് റാങ്ക് ആക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിംഗപ്പൂർ. സോ സിംഗപ്പൂരിനാണ് ഇത്തവണത്തെ ഇൻഡെക്സിനകത്തെയും ഫസ്റ്റ് റാങ്ക് എന്ത് ചെയ്യുന്നത് സെക്യൂർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിംഗപ്പൂരിന്റെ പാസ്പോർട്ട് കയ്യിലുള്ളൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വിസ ഇല്ലാതെ, പ്രയർ വിസ ഇല്ലാതെ 192 കൺട്രീസ് എന്ത് ചെയ്യാൻ സാധിക്കും, വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിൽ, സോ സെക്കൻഡ് റാങ്ക് എന്ന് പറയുന്നത് ജോയിന്റ്ലി ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. സോ ജപ്പാൻ, സൗത്ത് കൊറിയ, സോ ജപ്പാൻ, സൗത്ത് കൊറിയ ആൻഡ് ചൈന. സോ ജപ്പാൻ, സൗത്ത് കൊറിയ, ചൈന, ഈ 3 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ചെയ്യുന്നത്
സെക്കൻഡ് റാങ്ക് ജോയിന്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് ഷെയർ ചെയ്ത് ചൈന അല്ല UAE. സോ ജപ്പാൻ, സൗത്ത് കൊറിയ ആൻഡ് UAE. സോ ജപ്പാൻ, സൗത്ത് കൊറിയ, UAE ഈ 3 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് സെക്കൻഡ് റാങ്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 രാജ്യങ്ങളുടെ പാസ്പോർട്ട് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വിസ ഇല്ലാതെ 188 കൺട്രീസിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ സിംഗപ്പൂരിന്റെ പാസ്പോർട്ടാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗപ്പൂരിന്റെ പാസ്പോർട്ട് കയ്യിലുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വിസ ഇല്ലാതെ 192 കൺട്രീസിലേക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് റാങ്ക് എന്ന് പറയുന്നത് ജോയിന്റ് ആയിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ് ജപ്പാൻ, സൗത്ത് കൊറിയ, UAE. ഇവരുടെ പാസ്പോർട്ട് ഉള്ളവർക്ക് 188 കൺട്രീസിലേക്ക് വിസ ഇല്ലാതെ ട്രാവൽ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇൻഡെക്സ് പ്രകാരം 81st റാങ്ക് ആണ്. സോ കഴിഞ്ഞ തവണ 75th ആയിരുന്നു. സോ പ്രീവിയസ്ലി 75 ആയിരുന്നു. സോ പ്രീവിയസ് ഇൻഡെക്സിനകത്ത് 75 ആയിരുന്നു ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. സോ ഇന്ത്യയുടെ റാങ്ക് എന്ത് ചെയ്തു? വീണ്ടും ഡ്രോപ്പ് ചെയ്തു. സോ ഇപ്പോൾ 81st റാങ്ക് ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യ സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇന്ത്യയുടെ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക്, നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 55 കൺട്രീസിലേക്ക് 55 രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രയർ വിസ ഇല്ലാതെ ട്രാവൽ ചെയ്യാൻ സാധിക്കും. സോ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് 55 രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വിസ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ഇൻഡെക്സിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ബോട്ടം റാങ്കിലുള്ള കൺട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഫ്ഗാനിസ്ഥാൻ. സോ അഫ്ഗാനിസ്ഥാൻ ആണ് ഈ ഒരു ഇൻഡെക്സിലെ ഏറ്റവും ബോട്ടം റാങ്കിലുള്ള കൺട്രി എന്ന് പറയുന്നത്. സോ അഫ്ഗാനിസ്ഥാൻ ആണ് ഈ ഒരു റാങ്കിങ്ങിൽ ഏറ്റവും ബോട്ടം റാങ്കിലുള്ള കൺട്രി എന്ന് പറയുന്നത്. സോ അഫ്ഗാനിസ്ഥാന്റെ പാസ്പോർട്ടാണ് ഏറ്റവും ലെസ് പവർഫുൾ അല്ലെങ്കിൽ ലീസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള പാസ്പോർട്ട് എന്ന് പറയുന്നത്. Next question. Which state became the first in India to grant an exploration license for rare earth elements? അപ്പോൾ റെയർ എർത്ത് എലമെന്റ്സിന്റെ എക്സ്പ്ലോറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ആയതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ആൻഡ് ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ ബി രാജസ്ഥാൻ. രാജസ്ഥാനാണ് ഇന്ത്യയിൽ ഫോർ ദ ഫസ്റ്റ് ടൈം റെയർ എർത്ത് എലമെന്റ്സിന്റെ എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിൽ വളരെ വിരളമായിട്ട് വളരെ റെയർ ആയിട്ട് കാണപ്പെടുന്ന എലമെന്റ്സ് ആണത് റെയർ എർത്ത് എലമെന്റ്സ്. ആൻഡ് റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിക്കോട്ടെ, നമ്മുടെ ഡിഫൻസ് സെക്ടർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട സെക്ടേഴ്സ് ആയിക്കോട്ടെ, എയറോസ്പേസുമായിട്ട് ബന്ധപ്പെട്ട സെക്ടേഴ്സ് ആയിക്കോട്ടെ, ദെൻ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട സെക്ടേഴ്സ് ആയിക്കോട്ടെ, ഇവിടെ എല്ലാം നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? റെയർ എർത്ത് എലമെന്റ്സിന്റെ ആവശ്യമുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിന്റെ ബാറ്ററിയും മറ്റ് ചിപ്പുകളും പ്രോസസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബാറ്ററിയും മറ്റ് ചിപ്പുകളും മാനുഫാക്ചർ ചെയ്യണമെന്നെങ്കിലും എന്തിന്റെ ആവശ്യമുണ്ട്? റെയർ എർത്ത് എലമെന്റ്സിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഡിഫൻസ്, ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇലക്ട്രോണിക്സ്, എയറോസ്പേസ്, ടെക്നോളജി എന്നുള്ള എല്ലാ മേഖലകളിലും നമുക്ക് റെയർ എർത്ത് എലമെന്റ്സിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ റെയർ എർത്ത് എലമെന്റ്സിന്റെ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എക്സ്പ്ലോറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ ലൈസൻസ് ഗ്രാന്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. Next question. Who won the St. Louis Rapid and Blitz 2026 title? ഇപ്പോൾ 2026-ലെ സെയിന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ഇവരിൽ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡി ഗുഗേഷ്, ഓപ്ഷൻ ബി ഫാബിയാനോ കരുവാന, ഓപ്ഷൻ സി ആർ പ്രഗ്യാനന്ദ ആൻഡ് ഓപ്ഷൻ ഡി ജവോക്കിർ സിന്ദാറോ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ സി ആർ പ്രഗ്യാനന്ദ. സോ ആർ പ്രഗ്യാനന്ദയാണ് സെയിന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് 2026 ടൈറ്റിൽ എന്ത് ചെയ്യുന്നത് വിൻ ചെയ്യുന്നത്. ആരാണ് പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി ഡിഫീറ്റഡ് ജവോക്കിർ സിന്ദാറോ. സോ ജവോക്കിർ സിന്ദാറോവിനെയാണ് എന്ത് ചെയ്യുന്നത് ആർ പ്രഗ്യാനന്ദ ഡിഫീറ്റ് ചെയ്യുന്നത് ടു വിൻ ദി സെയിന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് 2026 ടൈറ്റിൽ. അതുപോലെ തന്നെ ആർ പ്രഗ്യാനന്ദ മറ്റൊരു ടൈറ്റിലും റീസെന്റ് ആയിട്ട് വിൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നോർവേ ചെസ് ടൈറ്റിൽ. നോർവേ ചെസ് ടൈറ്റിൽ വിൻ ചെയ്യുന്ന ആരാണ്? ഇറ്റ് ഈസ് ആർ പ്രഗ്യാനന്ദ. സോ ആർ പ്രഗ്യാനന്ദ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നോർവേ ചെസ് ടൈറ്റിൽ 2026 വിൻ ചെയ്യുന്നത്. സോ നോർവേ ചെസ് ടൈറ്റിൽ 2026 വിൻ ചെയ്യുന്ന ആരാണ്? ഇറ്റ് വാസ് വൺ ബൈ ആർ പ്രഗ്യാനന്ദ. സോ നോർവേ ചെസ് ടൈറ്റിൽ 2026 വിൻ ചെയ്യുന്നത് ആർ പ്രഗ്യാനന്ദയാണ്. സെയിന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് 2026 ടൈറ്റിലും വിൻ ചെയ്യുന്നത് ആർ പ്രഗ്യാനന്ദയാണ്. ആൻഡ് ഈ സെയിന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് 2026 ടൈറ്റിൽ വിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർ പ്രഗ്യാനന്ദ ഡിഫീറ്റ് ചെയ്ത് ജവോക്കിർ സിന്ദാറോവിനെയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്ട്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കഷന് വേണ്ടി ടേക്കപ്പ് ചെയ്തിരുന്നത്. ഇപ്പോൾ പ്രീവിയസ് ആയിട്ട് നമ്മൾ 9 സെഷൻസ് കണ്ടക്ട് ചെയ്തു. ഏതെങ്കിലും സെഷൻസ് നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനകത്ത് ടോപ്പ് 200 എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. അതിനകത്ത് പ്രീവിയസ്ലി ഉള്ള 9 സെഷൻസും അവൈലബിൾ ആണ്. സോ കണ്ടു നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു വർഷത്തെ 2026 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആ 9 സെഷൻസിലും കവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇന്നത്തെ സെഷനോട് കൂടി 10ാമത്തെ സെഷനായി. അപ്പോൾ ഈ 10 സെഷൻസിലായിട്ട് നമ്മൾ മോർ ദാൻ 100 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി അപ്കമിങ് എക്സാംസ്. അപ്പോൾ എല്ലാ വീഡിയോസും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം. ഈ ഓണത്തിൻ്റെ അവധിയിലൊക്കെ കണ്ടു തീർക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്